പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നന്ദനൊപ്പെന്ന ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യമൊക്കെ ഏറ്റവും അധികം ചർച്ചയായത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചാണ്. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പ്രധാനമന്ത്രി എന്തുകൊണ്ട് മിണ്ടുന്നില്ല, പ്രധാനമന്ത്രി എന്തുകൊണ്ട് അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല, മോദി അഴിമതിക്കാരനാണ്, അതുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നത്, എന്നിട്ട് ഇത്രയും കോടതി പരാമർശമുണ്ടായിട്ടും സുപ്രീം കോടതി ഇടപെടലുണ്ടായിട്ടും എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഈ കൊടും അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല എന്നാണ് പൊതുവിൽ രാജ്യത്ത് ഉയർന്നു വന്ന ഒരു ചോദ്യം. പ്രധാനമായിട്ടും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ അക്കാര്യം ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി അത്തരത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഒരു ചാനലിന് നൽകിയ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായി ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ്, അഭിമുഖത്തിൽ ആ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഈ നിർത്തലാക്കിയത്, അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് പറയും, ഇത് നിർത്തലാക്കിയത് വളരെയധികം അപകടകരമാണ് നമ്മുടെ രാജ്യത്തിന്. കള്ളപ്പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളിലും അതിഭയങ്കരമായിട്ടുള്ള കള്ളപ്പണ ഒഴുക്ക് കൂട്ടാൻ മാത്രമേ ഈ ഇലക്ട്രൽ ബോണ്ട് പിൻവലിച്ചതുകൊണ്ട് കോടതി പിൻവലിച്ചുകൊണ്ട് സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് സുതാര്യമായ ഒരു സംഭവമായിരുന്നു. അത് കള്ളപ്പണത്തെ ഒഴിവാക്കുന്നതായിരുന്നു. അത് ആരാണോ ബോണ്ട് തരുന്നത് ആ ബോണ്ട് കൃത്യമായ രേഖകളോടുകൂടിയാണ് ബോണ്ട് നൽകുന്നത്. അത് ബാങ്ക് വഴിയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നും പോലെ പണം കൈപ്പറ്റാൻ കഴിയില്ലായിരുന്നു. അതിൽ കൃത്യമായിട്ടും ബാങ്ക് വഴി ഒരു പ്രത്യേക കമ്പനിയോ പ്രത്യേക വ്യക്തിയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കുറച്ച് തുക സംഭാവനയായിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആ സംഭാവന നേരെ കൊണ്ടുവന്ന് പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന രീതിയാണ് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുവന്നിരുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ പനയോലപ്പായിൽ നോട്ടുകെട്ടുകൾ കെട്ടിപ്പറക്കി കൊണ്ടുവന്നു എന്നുള്ള വിവരണങ്ങളും അതിൻ്റെ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ്, കാരണം പാർട്ടിക്ക് ഇഷ്ടം പോലെ പൈസ കൊടുക്കാം, അത് ആരും ചോദിക്കാനില്ല, കണക്ക് വരില്ല, പനയോലപ്പെട്ടിയിലും വലിയ സൂട്ട് കേസിലായിട്ടൊക്കെ കൊണ്ടു കൊടുക്കും. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കണമെന്ന് ഒരു കമ്പനിയോ വ്യക്തിയോ തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം ആ പണം കൊണ്ടുവന്ന് ബാങ്കിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്, ബാങ്കിൽ ബോണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ബോണ്ടാക്കി മാറ്റിയിട്ട് അദ്ദേഹം ഇത്ര രൂപ ഇന്ന ബോണ്ട് ഇന്ന പാർട്ടിക്ക് എന്ന് പറഞ്ഞ് ബാങ്കിൽ കൊടുക്കുകയും ബാങ്ക് അത് സ്വീകരിക്കുകയും അതിനെ ബോണ്ടാക്കി മാറ്റുകയും ആ ബോണ്ട് ബാങ്ക് പാർട്ടിക്ക് എത്തിക്കുകയും പാർട്ടിക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ബാങ്കിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് പണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മൊത്തം രേഖകൾ ഉള്ളതാണ്. ആദായ നികുതി വകുപ്പും കൂടെ അറിഞ്ഞുകൊണ്ടാണ്. ബാങ്ക് വഴി നടക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ആദായ നികുതി വകുപ്പ് അറിയാത്ത ട്രാൻസാക്ഷൻ ബാങ്ക് വഴി നടക്കാറില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായ SBI ഈ ബോണ്ടുകളെല്ലാം ഉണ്ടായത്. SBI എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ വളരെ പഴയ ഒരു ബാങ്കാണ്. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഒക്കെ പിന്നെ SBI ചേരുകയാണ് ഉണ്ടായത്. ആ SBI ആണ് ഈ ബോണ്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി പറയുന്നത് ഇത് ബാങ്ക് ട്രാൻസാക്ഷൻ വഴി നടന്നിരുന്നത് കൊണ്ട് ആദായ നികുതി വകുപ്പിനുള്ള അറിഞ്ഞതുകൊണ്ടും ആ ബാങ്കിനും ആദായ നികുതി വകുപ്പൊക്കെ അറിഞ്ഞ് അതിൻ്റെ ടാക്സും മറ്റുമൊക്കെ ലഭിച്ചതിന് ശേഷമാണ് അതിൻ്റെ തുക യഥാർത്ഥ പാർട്ടിക്കാർക്ക് എത്തിയിരുന്നത്. ആ പാർട്ടിക്കാർക്ക് കൃത്യമായ രേഖയോടുകൂടി തന്നെയാണ് ആ പൈസ എത്തിയിരുന്നത്. കള്ളപ്പണമായിട്ട് അത് കൊടുക്കാൻ പറ്റില്ല. കാരണം ബാങ്ക് വഴി വരുന്ന പൈസ ആയതുകൊണ്ട് കൃത്യമായ വെള്ളപ്പണം തന്നെയാണ് പാർട്ടി കിട്ടിക്കൊണ്ടിരുന്നത്. കള്ളപ്പണമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പനയോലപ്പായിലൊക്കെ കെട്ടിപ്പറക്കി കാറിന് ഡിക്കിയിലൊക്കെ ഇട്ട് കൊണ്ടുവരാം, അത് കള്ളപ്പണമാണ്. അപ്പം അങ്ങനെ അല്ല എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു നല്ലൊരു പദ്ധതിയാണെന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ആ ബോണ്ട് അഴിമതിയാണ്, വലിയ അഴിമതി പ്രവർത്തനമാണെന്നൊക്കെയാണ് പ്രചരണം നടത്തിയത്. അതങ്ങനെ പ്രചരണം നടത്തിയത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ 3000 കമ്പനികളാണ് ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ളത്. മൊത്തം എല്ലാ പാർട്ടികളും, ഇന്ത്യയിലെ എല്ലാ പാർട്ടികൾക്കുമായിട്ട് 3000 കമ്പനികളാണ് ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ളത്. ആ 3000 കമ്പനിയിൽ 26 കമ്പനികൾ EDയുടെ
പരിശോധനയും അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്ന കമ്പനികളാണ്. ഈ 3000-ൽപ്പെട്ടതാണ്. അവരും ഈ 26-ൽ 3000-ൽപ്പെട്ട 26-ആണ്. ഈ 26-ൽ 16 കമ്പനികൾക്ക് കൃത്യമായ നടപടികൾ എടുക്കാൻ ED തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഇവർ ബോണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ ചെറിയ ഒരു താല്പര്യമുണ്ടാകാം ഈ ബോണ്ട് എടുത്തവർക്ക്. കാരണം നമ്മൾ ആ പാർട്ടിക്ക് ബോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ EDയുടെ പിന്നെ പരിശോധനകളോ അല്ലെങ്കിൽ EDയുടെ നടപടികളോ ഒന്ന് ലഘൂകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരിക്കാം ഈ 16 കമ്പനികൾ അത്തരത്തിൽ ബോണ്ട് എടുത്തത്. അവരുടെ നടപടികൾ ED നടപടികൾ തുടങ്ങിയതിന് ശേഷമാണ്. പ്രധാനമന്ത്രിയാണ് പറയുന്നത്. ഇതുവരെ പ്രതിപക്ഷമാണിത് പറഞ്ഞ് ആരോപണമായിട്ട് ഉന്നയിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി അത് യാഥാർത്ഥ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമന്ത്രി പറയുന്നു, അതിൽ 33% മാത്രമാണ് BJPക്ക് ഈ 16 കമ്പനികളിൽ നിന്നും, അല്ലെങ്കിൽ ഈ നടപടി നടക്കുന്ന 26 കമ്പനികളും കൂടെ കൂട്ടിയെടുത്താൽ അവർ നൽകിയ ബോണ്ടിൽ നിന്നും 33% മാത്രമാണ് BJPക്ക് ലഭിച്ചത്. ബാക്കി 67% കേരളത്തിലെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കാണ് പോയത്. അപ്പോൾ ഇതിൽ എവിടെയാണ് അഴിമതി? അതാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും 67% അല്ലെങ്കിൽ 80%വും BJPക്ക് വരികയും വെറും 20% മാത്രം പ്രതിപക്ഷ പാർട്ടികൾക്കും പോയിരുന്നുവെങ്കിൽ അത് അഴിമതി എന്ന് പറയാമായിരുന്നു. കാരണം EDയെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് ED നടപടി വരാതിരിക്കാൻ പിന്നെ കാശ് വാങ്ങി എന്ന് പറയാമായിരുന്നു. അതാണ് ബോണ്ടാണെങ്കിൽ പോലും കാശ് വാങ്ങി എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് 33% മാത്രമാണ് ഈ കമ്പനികളിൽ നിന്ന് കിട്ടിയ ബോണ്ടിൽ പിന്നെ BJPക്ക് ലഭിച്ചത്. 67%വും പ്രതിപക്ഷ പാർട്ടികൾക്കാണ് പോയതെന്ന് പ്രധാനമന്ത്രി ഈ അഭിമുഖത്തിൽ പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അഴിമതി എവിടെയാണ് സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ഭരിക്കുന്ന പാർട്ടിക്ക് കൂടുതൽ കാശ് കിട്ടേണ്ടതാണ്. കേരളത്തിൽ CPMന് കിട്ടുന്നത് പോലെ തുക, സംഭാവന തുക മറ്റ് ഒരു പാർട്ടിക്കും കിട്ടില്ല. പ്രതിപക്ഷമായ കോൺഗ്രസിനും കിട്ടില്ല. CPMനകത്തുള്ള ഘടകകക്ഷിയായ CPIക്കോ മറ്റേതെങ്കിലും പാർട്ടിക്കോ അത്രയും തുക പിരിച്ചെടുക്കാൻ കഴിയില്ല. അവർക്ക് പിരിക്കാൻ പറ്റില്ല, കൊടുക്കില്ല. ഒരു പിന്നെ കമ്പനിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ CPM ചെന്ന് ചോദിച്ചാൽ കൊടുക്കുന്ന പൈസയുടെ പകുതി കാശ് പോലും അതിലെ ഘടകകക്ഷിയായ മന്ത്രിമാരുള്ള CPI ചോദിച്ചാൽ കിട്ടുകയുള്ളൂ. കാരണം CPM ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണകക്ഷി പാർട്ടി എന്നുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ പാർട്ടിക്ക് കൂടുതൽ കാശ് കിട്ടും. രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നുള്ളതിൽ BJPക്കാണ് കൂടുതൽ കാശ് കിട്ടേണ്ടത് സ്വാഭാവികമായിട്ടും. പക്ഷേ ഇവിടെ ഈ ബോണ്ടിൽ കണക്ക് കൂട്ടുമ്പോൾ 33% മാത്രമാണ് ഈ നടപടി ED നടപടി വന്ന കമ്പനികളിൽ നിന്നും ഉള്ള ബോണ്ടിൽ വന്നിരിക്കുന്നത്. 67% ആർക്കാണ്? അപ്പോൾ ഇവർ ആരെ സംരക്ഷിക്കാൻ വേണ്ടി, ആർക്ക് വേണ്ടിയിട്ടാണ് കാശ് കൊടുത്തിട്ടുള്ളതെന്നാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത്. എന്തായാലും ഇത് നമ്മൾ നോക്കുമ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ബാങ്ക് വഴി വന്നുകൊണ്ടിരുന്ന കാശാണ്. അത് ബാങ്കിൽ എല്ലാ രേഖകളുമുള്ളതാണ്. ബാങ്കിന്റെ ട്രാൻസാക്ഷൻ മാത്രമാണ് അവിടെ നടന്നിരുന്നത്. അതും രാജ്യത്തെ ഏറ്റവും വിശ്വസ്തമായ SBI എന്ന ബാങ്ക് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ബോണ്ട് നൽകിയിരുന്നത്. അങ്ങനെ പൊതുവിൽ പ്രധാനമന്ത്രി പറയുന്നു. അതുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു നല്ല ഇടപാടായിരുന്നു. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് വരുന്നത് കൂടി ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഷ്ടം പോലെ കാശ്, കള്ളപ്പണം വാങ്ങാനുള്ള അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ഗുരുതരമായി ബാധിക്കും. കള്ളപ്പണങ്ങൾ അതിശക്തമായി ഒഴുകും. അത് നിയന്ത്രിക്കാൻ ഒരു പരിധി വരെ മാത്രമേ ഇനി ഗവൺമെന്റിന് കഴിയൂ. മറ്റേ ബോണ്ട് ഉള്ളത് കൊണ്ട് അത് കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. ഇനി കള്ളപ്പണം ശക്തമായി ഒഴുകും. അതിന് മാത്രമേ ഈ ഇലക്ട്രൽ ബോണ്ട് പിൻവലിച്ചതിലൂടെ ഫലമായിട്ട് കാണാൻ കഴിയൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിനുശേഷം ആ അഭിമുഖത്തിൽ ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ അതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. പറയുന്നുണ്ട് ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ മൂന്നാമതും എൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തന്നെ വരും. ആ ഗവൺമെന്റ് ആദ്യത്തെ 100 ദിവസം എന്ന് പറയുന്ന നിർണായകമായ ദിവസമായിരിക്കും. വളരെ വിപ്ലവകരമായ ചില പരിപാടികളും പദ്ധതികളും ഒക്കെ കൊണ്ടുവരും എന്നൊക്കെയാണ് ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ബോണ്ടിന്റെ കാര്യങ്ങൾ മാത്രമാണ് എടുത്ത് നിങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്.